തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ മാർത്താണ്ഡം എന്ന സ്ഥലത്തു നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നട്ടാലം എന്ന ഗ്രാമത്തിലെ മരുതം കുളങ്ങര എന്ന വീട്ടിൽ എത്തിച്ചേരാം. ഈ വീട്ടിലാണ് 1712 ഏപ്രിൽ 23 ധീരരക്തസാക്ഷിയായ നീലകണ്ഠൻ എന്ന ദൈവസഹായം പിള്ള ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി മുഹൂർത്തങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ സ്ഥലം ഇന്ന് അനേകർക്ക് ആശ്വാസ കേന്ദ്രമായ ഒരു ദേവാലയമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ അനേക വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നു. തന്റെ 29ാമത്തെ വയസ്സിലാണ് നീലകണ്ഠപിള്ള പത്മനാഭപുരം രാജകൊട്ടാരത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിനോട് ഡച്ചു സൈന്യം തോൽക്കുകയും സൈന്യത്തലവനായ ഡീലനായിയെ തടവിലാക്കുകയും ചെയ്തു. ഈ ഡച്ചു സൈന്യാധിപന്റെ കഴിവ് പരിഗണിച്ച് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ ഡീലനായിയെ ഉദയഗിരി കോട്ടയുടെ നിർമ്മാണത്തിനും തിരുവിതാംകൂർ സൈന്യത്തെ നവീകരിക്കാനുമായി ചുമതലപ്പെടുത്തി. ഡീലനായിയെ സഹായിക്കാൻ നീലകണ്ഠപിള്ള നിയോഗിക്കപ്പെട്ടു. ഡീലനായിൽ നിന്നാണ് നീലകണ്ഠൻ ക്രിസ്തുമതത്തെക്കുറിച്ച് അറിയുന്നത്. തക്കലയ്ക്കടുത്തുള്ള പുലിയൂർ കുറിച്ചിയിൽ നിന്നും 1/2 കിലോമീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചാൽ ഉദയഗിരി കോട്ടയിൽ എത്തിച്ചേരാം. ഈ വഴിയിലൂടെ 10 മിനിറ്റ് നടന്നാൽ ഡീലനായുടെയും കുടുംബത്തിന്റെയും ശവകുടീരങ്ങളിൽ എത്തിച്ചേരാം. ഈ പുലിയൂർ കുറിച്ചിയിൽ തന്നെയാണ് പ്രസിദ്ധമായ മുട്ടിടിച്ചാൻ പറ. ക്യാപ്റ്റൻ ഡീലനായിൽ നിന്നും ലഭിച്ച ക്രിസ്തീയ വിശ്വാസത്താൽ നിറഞ്ഞ നീലകണ്ഠപിള്ള വടക്കൻകുളം പള്ളിവികാരി ഫാദർ പുട്ടാരിയിൽ നിന്നും 1745 മെയ് 17 ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസി ആയി മാറി. ക്രിസ്തുമതം സ്വീകരിച്ച ദൈവസഹായം പിള്ളയെ മാർത്താണ്ഡവർമ്മ രാജാവ് ശിക്ഷിക്കുകയും നിരവധി പീഡനങ്ങൾക്ക് വിധേയനാക്കുകയും ചെയ്തു. എന്നാൽ ഈ പീഡനങ്ങൾക്കൊന്നും പിള്ളയുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദൈവസഹായം പിള്ളയെ എരിയക്കിൻ മാലയിട്ട് എരുമപ്പുറത്തിരുത്തി അവഹേളനാപാത്രമാക്കി നാട് മുഴുവൻ പ്രദർശിപ്പിച്ചു. ദാഹിച്ചപ്പോൾ അഴുക്കുവെള്ളമാണ് രാജഭൃത്യന്മാർ കുടിക്കാൻ കൊടുത്തത്. മനം തകർന്ന ദൈവസഹായപ്പിള്ള യേശുവിനോട് യാചിച്ചുകൊണ്ട് പാറയിൽ കൈമുട്ടുകൊണ്ടിടിച്ചു. തൽക്ഷണം ആ പാറയിൽ ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടു. പാറയിൽ നിന്ന് വരുന്ന വെള്ളം ഇന്ന് അനേകർക്ക് രോഗശാന്തി പകരുന്നു. നാഗർകോവിൽ തിരുനെൽവേലി റോഡിലൂടെ 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അരുൾ വായ്മൊഴിയിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് 1 കിലോമീറ്റർ താണ്ടിയാൽ ദൈവസഹായം പിള്ള വെടിയേറ്റു മരിച്ച കാറ്റാടിമലയിലെ പുണ്യസ്ഥലത്തെത്താം. ഇവിടെ വരുന്ന സന്ദർശകർക്ക് രക്തസാക്ഷിയുടെ ജീവിതാന്ത്യത്തിന്റെ നിരവധി സ്ഥലങ്ങൾ കാണാം.
വിശ്വാസികൾക്ക് കുരിശിന്റെ വഴി എത്തിക്കാനും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കാറ്റാടിമലയുടെയും സമീപ പ്രദേശങ്ങളുടെയും മനോഹര ദൃശ്യങ്ങൾ ആരുടെയും മനം കവരുന്നതാണ്. ദൈവസഹായം പിള്ളയെ രാജഭൃത്യന്മാർ വെടിവെച്ചപ്പോൾ മുകളിൽ നിന്ന് ഒരു പാറ അടർന്നു വീഴുകയും വെങ്കൽ മണിനാദം ഉയരുകയും ചെയ്തു. ഇന്നും ഈ പാറയിലടിച്ചാൽ മണിനാദം കേൾക്കാം. ഇവിടെ വെച്ചാണ് ദൈവസഹായം പിള്ളയെ രാജഭടന്മാർ വെടിവെക്കുന്നത്. വെടിയേറ്റ അദ്ദേഹം പർവ്വതമുകളിൽ നിന്ന് താഴേക്ക് വീണ് ഇവിടെയാണ് കിടന്നത്. രോഗികളായ ഒട്ടേറെ പേർ ഇവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമുള്ളവരായി മടങ്ങുന്നു. ദൈവസഹായപ്പിള്ള അനുഭവിച്ച പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ ചുവരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഇവിടെ നിന്നാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. വികലാംഗരായ വ്യക്തികൾക്ക് ലഭിച്ച സൗഖ്യത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് കൂടുതലും കേൾക്കാൻ കഴിഞ്ഞത്. ദേവാലയങ്ങളിൽ നിന്നും ഭക്തസംഘടനകളിൽ നിന്നും വരുന്ന വിശ്വാസികൾക്ക് ഇവിടെ കുർബാന അർപ്പിക്കാനും കുറഞ്ഞ ചെലവിൽ താമസിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യാനും സൗകര്യമുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾക്ക് ദേവാലയത്തിലെ ഉപദേശി മൈക്കൽ ദൈവസഹായവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് കോട്ടാർ സെന്റ് സേവിയേഴ്സ് ചർച്ച്. ഈ പള്ളി സ്ഥാപിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവറാണ്. കാറ്റാടി മലയിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ദൈവസഹായപ്പിള്ളയുടെ പൂജ്യ ശരീരം വിശ്വാസികൾ നാഗർകോവിലിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള ഈ സെന്റ് സേവിയേഴ്സ് ചർച്ചിൽ എത്തിക്കുകയും കോട്ടാർ ഇടവക വികാരിയായ ഫാദർ തോമസ് ഡി പൊൻശേഖര SJയുടെ നേതൃത്വത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. പുലർച്ചെ 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് കാറ്റാടിമല സന്ദർശിക്കാൻ വരുന്നതെങ്കിൽ ഇതിന് 1 കിലോമീറ്റർ പിന്നിലായുള്ള തോവാളെ എന്ന പൂമാർക്കറ്റ് സന്ദർശിക്കുന്നത് ഒരു അപൂർവ അനുഭവമായിരിക്കും. നാഗർകോവിലിൽ നിന്ന് 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കന്യാകുമാരിയിലും എത്താം. തീർച്ചയായും ഈ യാത്രകൾ സഞ്ചാരികളെ സംബന്ധിച്ച് ഒരു സ്വർഗീയ അനുഭവം തന്നെ ആയിരിക്കും.